നടനും മുൻ എം പിയുമായ സുരേഷ് ഗോപിയോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇഷ്ടമില്ലെന്ന് ആരാ പറഞ്ഞ്? മോദി തൃശ്ശൂരിൽ വന്നപ്പോൾ സുരേഷ് ഗോപിയെ മൈൻഡ് ചെയ്തില്ല. യോഗത്തിൽ സുരേഷ് ഗോപി ഉണ്ടായിരുന്നിട്ടും മോദി പ്രസംഗത്തിൽ സുരേഷ് ഗോപിയുടെ പേര് പറഞ്ഞില്ല, ഒന്നും മിണ്ടിയില്ല എന്നൊക്കെയാണ് സൈബർ ലോകം വിവാദങ്ങൾ കൊളുത്തിവിട്ടത്. എന്നാലിപ്പോൾ നരേന്ദ്രമോദി പരസ്യമായി സുരേഷ് ഗോപിയോട് ഇഷ്ടം തുറന്നു കാണിക്കുകയാണ്. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 17-ാം തീയതി രാവിലെ 8:30 ഗുരുവായൂരിലെത്തും. കൊച്ചിയിൽ നിന്ന് ഹെലികോപ്റ്ററിൽ ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിലെ ഹെലിപ്പാഡിൽ ഇറങ്ങി കാർ മാർഗം ശ്രീവത്സം ഗസ്റ്റ് ഹൗസിലെത്തുന്ന പ്രധാനമന്ത്രി ക്ഷേത്ര ദർശനത്തിന് ഗസ്റ്റ് ഹൗസിൽ നിന്ന് കാൽനടയായിട്ടാണ് പോകുന്നത്. ക്ഷേത്ര ദർശനം പൂർത്തിയാക്കി പുറത്തിറങ്ങുന്ന മോദി സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയും മാവേലിക്കര സ്വദേശി ശ്രേയസ് മോഹനുമായിട്ടുള്ള വിവാഹത്തിൽ പങ്കെടുക്കുന്നതിന് കിഴക്കേ നടപ്പന്തലിലെ കല്യാണ മണ്ഡപത്തിലെത്തും. വിവാഹത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പായി വസ്ത്രം മാറുന്നതിന് പ്രത്യേക കാരവൻ തയ്യാറാക്കി നിർത്താൻ സുരേഷ് ഗോപി ആഗ്രഹം അറിയിച്ചിട്ടുണ്ടെങ്കിലും പ്രധാനമന്ത്രിയുടെ സുരക്ഷാ വിഭാഗത്തിൻ്റെ അനുമതി ലഭിക്കേണ്ടതുണ്ട്. ഇതുവരെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് അതിനൊരു തീരുമാനമായിട്ടില്ല. ക്ഷേത്രത്തിന് മുന്നിൽ നടക്കുന്ന താലികെട്ട് ചടങ്ങിൽ പങ്കെടുത്ത ശേഷം പ്രധാനമന്ത്രി കൊച്ചിയിലേക്ക് പോകും. കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. പോലീസ് സുരക്ഷാ പരിശോധനകൾ ആരംഭിച്ചു കഴിഞ്ഞു. 12-ന് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പും എത്തും. 17-ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ 64 വിവാഹങ്ങളാണ് നടക്കുന്നത്. 17-ാം തീയതി രാവിലെ വരെ കല്യാണം ബുക്ക് ചെയ്യാൻ അവസരമുണ്ട്. വിവാഹങ്ങളുടെ എണ്ണം ഇനിയും ഉയരാം. വെളുപ്പിന് 5 മണി മുതലാണ് വിവാഹങ്ങൾ തുടങ്ങുന്നത്. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം രാവിലെ 8:45-നും 9:15-നും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിലാണ്. രാവിലെ 7 മണി മുതൽ 9 മണി വരെ കല്യാണ മണ്ഡപത്തിൽ നിയന്ത്രണം കടുപ്പിക്കും. ഈ സമയത്ത് നടക്കേണ്ട 11 വിവാഹങ്ങൾ ബുദ്ധിമുട്ടില്ലാതെ നടത്താനുള്ള ക്രമീകരണവും ഒരുക്കും. മോദി എത്തുന്നതിന് മുമ്പായി ഭക്തരെ 1 മണിക്കൂറെങ്കിലും ക്ഷേത്രത്തിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കും. 2019-ൽ 2ാം വട്ട പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം നരേന്ദ്രമോദിയുടെ ആദ്യ പൊതുപരിപാടി ഗുരുവായൂരിലായിരുന്നു. 2019 ജൂൺ 8-ന് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ശ്രീകൃഷ്ണ ഹൈസ്കൂൾ ഗ്രൗണ്ടിലായിരുന്നു അന്ന് സമ്മേളനം നടന്നത്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ 2008 ജനുവരി 13-ന് മോദി ഗുരുവായൂരിൽ ദർശനം നടത്തിയിരുന്നു. അതേസമയം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ വിവാഹത്തിൽ പങ്കെടുക്കുമെന്ന് പ്രചാരണം ഉണ്ടായിരുന്നെങ്കിലും പോലീസിന് ഇതുവരെ അറിയിപ്പ് ലഭിച്ചിട്ടില്ല. ചില കേന്ദ്രമന്ത്രിമാരും ഗവർണർമാരും എത്താൻ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. രാവിലെ 6 മണി മുതൽ പ്രധാനമന്ത്രി മടങ്ങുന്നതുവരെ ക്ഷേത്രത്തിലേക്ക് ആരെയും പ്രവേശിപ്പിക്കില്ലെന്നാണ് ലഭിക്കുന്ന വിവരം. ഭക്തർക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ കഴിഞ്ഞ തവണ 14 മിനിറ്റ് കൊണ്ട് ദർശനം പൂർത്തിയാക്കി മോദി ക്ഷേത്രത്തിന് പുറത്ത് കടന്നിരുന്നു. ഇപ്പോഴും അങ്ങനെയൊക്കെ ആകാനാണ് സാധ്യത.